പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിനെ പരിഹസിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുന്നു. സമരം ചെയ്തും ജയിലിൽ കിടന്നും പോരാടിയ ഒരു നേതാവിനും കെ.എസ്.യുവിനെതിരെ പറയാൻ കഴിയില്ല എന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത സർക്കാരാണെന്ന് ഓർക്കണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മുന്നറിയിപ്പ്. അതേസമയം വി.ഡി. സതീശന് പിന്തുണയുമായി മന്ത്രി എം ലിജുവും കെ.പി. നൌഷാദ് അലിയും രംഗത്ത് വന്നു. GP നിയമന വിവാദത്തിൽ കെ.എസ്.യു നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പരാമർശങ്ങളിലാണ് വാക്പോര് തുടരുന്നത്. മുഖ്യമന്ത്രി അനുകൂലിച്ചും എതിർത്തും നേതാക്കൾ രംഗത്തെത്തി. കെ.എസ്.യു നേതൃത്വത്തെ അധിക്ഷേപിച്ചതിൽ മുഖ്യമന്ത്രി തിരുത്തണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ നിയമനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന കെ.എസ്.യുവിന് അവകാശപ്പെടാമല്ലോ. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ ന്യായീകരിച്ച കെ.പി. നൌഷാദ് അലി എം.എൽ.എ രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് നൌഷാദ് അലിയുടെ വാദം. അതിലെന്താ നയപരമായോ നിയമപരമായോ ഭരണഘടനാപരമായോ അങ്ങനെ ഒരു പരാമർശത്തിൽ നമുക്കൊരു തെറ്റ് കാണാൻ സാധിക്കുകയില്ല. കെ.എസ്.യു നേതൃത്വത്തിന്റെ അഭിപ്രായം പാർട്ടി എല്ലാ കാലത്തും പരിഗണിക്കാറുണ്ടെന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പ്രതികരിച്ചു. തീർച്ചയായിട്ടും കെ.എസ്.യു പ്രസിഡന്റിനെയും അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാണാതിരിക്കാൻ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു കെ.എസ്.യുയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്ക് കഴിയില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട പ്രതിഷേധം അറിയിക്കാൻ കാത്തിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി അലോഷ്യസ് സേവറിന് സന്ദർശനാനുമതി നൽകിയിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.